കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത്, നിങ്ങളെല്ലാവരും ഇല്ല, കുറേ പേര് എന്നോട് ചോദിക്കൂ, ഞങ്ങൾക്ക് ഈ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താ ഇത്രയും പൂക്കൾ, നിങ്ങളെന്താ ചെയ്യുന്നത്, എന്താ നിങ്ങൾ വളം കൊടുക്കുന്നത്, ഇതെങ്ങനെ നിങ്ങൾ നടുന്നത്, പോട്ടി മിക്സ് എന്താ, അങ്ങനെ ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. പിന്നെ ചോദിക്കും, ഒരു കമ്പ് അയച്ച് തരുമോ, കമ്പ് അയച്ച് നിങ്ങൾക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ. പിന്നെ പറഞ്ഞാൽ എൻ്റെത് മുഴുവൻ പുഴു തീർത്തെന്ന് പറഞ്ഞ് കരയുന്നവർ, അത് എനിക്കുണ്ട് കേട്ടോ, ഞാനും കരയും. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പൂവ്, ഞാൻ എങ്ങനെയാണ് ഈ പൂന്തോട്ടത്തെ ഇങ്ങനെ പരിചരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞാനിതിന് ഇടുന്ന വളം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടു. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാകുന്ന വളം തന്നെയാണ്, അത് കുറച്ച് റിസ്ക് എടുത്ത് ഉണ്ടാക്കണമെന്ന് മാത്രം. ആ വളം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് എൻ്റെ പൂക്കൾ കണ്ടോ, നല്ല നമ്മൾ ചെടികളെ സന്തോഷിപ്പിച്ചാൽ ചെടികൾ നമ്മളെയും സന്തോഷിപ്പിക്കൂ. ഇവരെന്നെ കണ്ടോ എമ്മാതിരി എന്നെ സ്നേഹിച്ച് കൊല്ലുന്നുണ്ട്. നമ്മൾ ചെടികളങ്ങ് സ്നേഹിച്ച് നോക്കി, ചെടികൾ നമ്മളെ സ്നേഹിക്കൂതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ എൻ്റെ ബാക്കിലും എൻ്റെ സൈഡിലും നാനാ ഭാഗത്തും ഒരു പോസിറ്റീവ് എനർജി കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ പൂന്തോട്ടത്തിൽ വന്ന് കാണാൻ. അപ്പം ഞാൻ എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് ഞാൻ വളം കൊടുക്കുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും ഞാൻ പറയും പോലെ ചെയ്യുന്നുണ്ട്, എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണണം കേട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങാലോ. ഫസ്റ്റിൽ ഞാൻ എൻ്റെ ഡേയ്സിക്ക് ഞാൻ എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് ഞാൻ വളം കൊടുക്കുന്നത്, പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വളം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചുവപ്പ് ഇതായി പിങ്ക് നന്ദിന് അല്ല പല കളർ പറയൂ. ഈ പിങ്ക് ചെടിക്ക് അടിയിൽ നിറയെ തൈ വരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വെള്ളക്കും വരുന്നുണ്ട്, ഈ വയലറ്റിനും വരുന്നുണ്ട്, ഈ പിങ്കിന് വരുന്നില്ല. പിങ്കിന് വരാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, പിങ്കിൻ്റെ മേലുള്ള ഇങ്ങനെ മുളച്ച് വരുന്നുണ്ടല്ലോ, ആ മുളച്ച് വരുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് നടുന്നത്. അങ്ങനെ ഞാൻ നടുന്നത്. ഒന്ന് കട്ട് ചെയ്യട്ടെ, അതല്ല ഇതിൻ്റെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ അത് വേര് വരുന്നുണ്ട്, നമുക്ക് വേര് വന്നാൽ മതിയല്ലോ. ഇതാണ് കട്ടിങ്സ്. ഈ കട്ടിങ്സ് എടുത്തിട്ട് കണ്ടോ, ഇത്രേ വേണ്ടൂ. ഈ കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര ആളാതിൻ്റെ കട്ടിങ്സ് ചോദിക്കുന്നത്, എനിക്ക് സങ്കടം. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. പിന്നെ ഇതില്ലേ, ഈ മെറൂണില്ലേ, ഈ മെറൂണ് പിന്നെ വേറൊരു ഗുണമുണ്ട്, ഇഷ്ടം പോലെ തൈ വരും. ഒന്നിങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിറയെ തയ്യ. ആ തൈ ഞാൻ കാണിച്ചു തരാം. തൈ ഉണ്ടായത് അവ വലിച്ചെടുക്കാനൊക്കെ എളുപ്പമെന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റിന് നമ്മളൊന്നും ചെയ്യാണ്ട് ഇതെടുത്തിട്ട് ഓരോന്നോരോന്ന് കുത്തി കാണിച്ചു തരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിങ്ങോട്ട് തയ്യായിട്ട് വളർന്ന് വരുന്നത് ഞാൻ കാണിച്ചു തരാം. മെറൂണ്ടതും കഴിഞ്ഞു. ഇനി വെള്ളക്കും തൈ വരുന്നുണ്ട്. പിങ്കിനാണ് പ്രയാസം. വെള്ളക്ക് തൈ വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് കൊണ്ടുപോയി, അതുകൊണ്ട് എനിക്ക് വെള്ളം അധികം ഇല്ല. ഞാൻ വെള്ളം പിടിപ്പിച്ച് കൊണ്ടുവരിക. ഞാൻ ഇങ്ങനെ ആക്കട്ടെ, ഇതിനൊക്കെ കത്തി വേണം. വേരോടെ കിട്ടി. എല്ലാം ഒന്നിലേക്ക് വെക്കുക. ഇതിന് ആളായിട്ട് നമുക്ക് ഇതെടുക്കാം. അങ്ങനെ ഞാൻ 3 കളറും ഞാൻ ഇതിൽ നട്ടു. ഇതിന് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിങ്ങനെ തെളിഞ്ഞ് വന്ന് വേരൊക്കെ സെറ്റായി ഉഷാറായിട്ട് ഞാനൊരു പോട്ട് എടുത്തിട്ട് ആ പോട്ടിൽ അടിയിൽ കാണിച്ചു തരണ്ടല്ലോ, ഞാൻ പറഞ്ഞു തന്നാൽ പോരെ, എപ്പം കാണിക്കല പണി. എൻ്റെ DC നടലും എല്ലാം അടിയിൽ ചകിരി ഇട്ട്, പിന്നെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടമാന കരിയില നറുക്കലാട്ടോ. പിന്നെ ശീമക്കൊന്നൻ്റെ ഇല, കുറഞ്ഞ മണ്ണ് ഇടലുള്ളൂ. അങ്ങ് നിട്ട് വളർന്ന് ആളായി കഴിഞ്ഞു എന്നാൽ എല്ലാ ദിവസവും നമ്മൾ പരിശോധിക്കണം ഇതിൽ പുഴു വരുന്നുണ്ടോയെന്ന്. പുഴു വന്ന കഥ കഴിഞ്ഞിട്ടോ. അവർ തിന്നുന്നത് നല്ല രസമുള്ള ഈ സുന്ദരി കുട്ടികളെ തിന്നൽ നമുക്ക് കരച്ചിലൊന്നു. അപ്പോൾ നമുക്ക് ദിവസം ഒരു പരിശോധന വേണം. പുല്ലുണ്ടെങ്കിൽ പറിക്കണം. ഇനിയാണ് വളമിടുന്നത് ഞാൻ പറയുന്നതാണ്. പുല്ലുണ്ടെങ്കിലൊക്കെ പറിച്ച് മാറ്റണം. പുല്ല് നമ്മളിതിന് കൊടുക്കുന്ന വളമൊക്കെ ഈ പാവം
തീറ്റിക കിട്ടാണ്ട പുല്ല് ഇന്നങ്ങ് തീർത്ത് കളയും. അപ്പോൾ ഇതെടുത്ത് മാറ്റണം. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ ചീവീടിൻ്റെ ഭയങ്കര കരച്ചിലാണ്. ഇവിടുത്തെ പ്രത്യേകതയാണിത്. നല്ല രസമാണ്, എനിക്കത് ഇഷ്ടം. ചീവീടിൻ്റെ കരച്ചിലാണ് ഭയങ്കര, എൻ്റെ സംസാരത്തിനേക്കാൾ സൗണ്ടിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡേയ്സിൻ്റെ ഞാൻ എല്ലാ സംശയം തീർത്ത് നീരെ. ഞാൻ നടുന്ന ഏത് രീതിയിലാണ്. പിന്നെ ഞാൻ അധികം മഴയത്ത് വെക്കൂല കേട്ടോ. കുറഞ്ഞ മഴ വെക്ക് പ്രശ്നമില്ല. അടഞ്ഞ മഴ വന്നാൽ ഞാനത് ഇറയത്ത് കൊണ്ടുപോയി വെക്കും, മഴ കൊള്ളാത്ത സ്ഥലത്ത്. കുറച്ച് പണിയുണ്ട്, പൂക്കൾ ആസ്വദിക്കുന്നതിന് കുറച്ച് പണിയുണ്ട്. ഇതാ ജമ്മു ചീവീടിൻ്റെ കരച്ചിൽ ഇതെന്താ നോക്ക്. വെള്ളമൊക്കെ എന്ത് രസാലേ. ഇപ്പം ഞാൻ തൈകൾ ഉണ്ടാക്കിയതിലിതാ ഈ മഴയത്ത് ഞാൻ വെക്കും. ഇനി അടുത്തത് വളമിടുന്നതാണ്. വളമിടുന്നത് ഞാൻ മൊത്തം ചെടിക്ക് വളമിടുന്ന കാണിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ബാൾസം നോക്ക്. ഈ ബാൾസല്ലേ ഞാൻ ദിവസം എൻ്റെ ബാൾസം പരിശോധിക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം പരിശോധിച്ച് നോക്കുമ്പോൾ വണ്ണുള്ള പച്ചപ്പുഴു. ആ പച്ചപ്പുഴുവിന് എൻ്റെ ഇത്രയും പൂക്കൾ ഒരു നേരം തിന്നാനേ ഉള്ളൂ. നോക്കുതാ ഇതിൽ. അപ്പോൾ ഞാൻ ദിവസം എന്ത് ചെയ്യുന്നറിയോ, ദിവസം ഞാൻ പരിശോധിക്കും, ഇങ്ങനെ പരിശോധിക്കും. എല്ലാം പരിശോധന. ഇതാ ഇല തിന്നുന്നുണ്ടെന്ന് കണ്ടാൽ ഞാൻ അടി നോക്കും. ഇത് തിന്ന് കണ്ട് ഇല പിടിച്ചതാ. അതിൻ്റെ മുമ്പ് ഞാൻ ഇട്ട് നിങ്ങളെ കാണിച്ച് തന്നതാ. ഇതെല്ലാം ഇതെങ്ങനെ നടുന്നതാണ് ഇനി ഞാൻ കാണിക്കുന്നത് കേട്ടോ. എട്ടുകാലിയൊക്കെ തിന്നളിയൂ. എട്ടുകാലി വലയൊക്കെ പോക്കണം. ഇതിൻ്റെ ഒക്കെ ഒരു വിധ കണ്ടില്ലേ. ഇതൊക്കെ തിന്ന് ഞാൻ പിടിച്ചതാ. എന്നോട് ഇന്ന് ആരോ ഒരാൾ പറഞ്ഞ് പേര് മറന്നുപോയി. എൻ്റെ പുഴു ഫുള്ള് തിന്ന് തീർത്തു. എൻ്റെ തീർക്കൂ. പരിശോധന, ദിവസം പരിശോധനയാണ്. ഇനി ഇത് ഞാൻ എങ്ങനെ നടുന്നതും എൻ്റെ പൊട്ടി മിക്സും വളം ഞാൻ ലാസ്റ്റ് ഒന്നിച്ചെങ്ങനെ കാണിച്ചു തരിക ചെയ്യുന്നത്. നടുന്നത് കാണിച്ചു തരാം. നമുക്ക് പൂന്തോട്ടം നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്നറിയോ, ചട്ടി എടുത്തിട്ട് പലതരം കളറുള്ള നമ്മളെ ബാൾസല്ലേ അത് നിറയെ ഒരു 5-6 കുത്തി കൊടുക്കുക ഒരു ചട്ടി തന്നെ. എന്നാലും അതിങ്ങനെ വലുതാവും. നല്ല ഉഷ. അതിലൊക്കെ കണ്ടോ പൂക്കൾ നിറയാൻ കാരണം അങ്ങനെയാണ്. പല കളറിലുണ്ട് ഞാൻ വെച്ച് കൊടുക്കല. ഇപ്പം മഴയായിട്ട് എനിക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലേ ഇനി ഭയങ്കരമായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നടുന്നതെന്നറിയോ, ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യുക. ഇവിടെയാണ് ഇതിന് വേര് വരിക. ഈ ഭാഗത്താണ് വേര് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ മണലിലോ മണ്ണിലോ വെള്ളത്തിലോ കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ മുമ്പ് കുത്തി വെച്ചതാണ് ഇത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കുത്തി വെച്ചത്. ഒന്ന് വലിച്ച് നോക്കട്ടെ, മെല്ലെ ഊരി നോക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിട്ടുന്നില്ല. വാ എന്താ വേര് പിടിച്ചേ. ഇത് വേറെ വേര് പിടിക്കുന്നുണ്ട്. നല്ല ചെടിയിലോ വേര് പിടിക്കുന്നുണ്ട്. അതുപോലെ കുത്തിയേക്കട്ടെ. അത് ഞാൻ പോയി വിചാരിച്ചിരുന്നു. കണ്ടോ, ഇനി ഇത് എങ്ങനാലും പോവൂല കേട്ടോ. ഇതിനി നമുക്കൊരു ചട്ടിയിൽ നട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ നടുന്ന പോട്ടി മിക്സ് ഞാൻ എല്ലാം ഒരേപോലെയാണ്. അടിയിൽ ചകിരി, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ കുറേ കരിയില അങ്ങനെ കൂടി ഇട്ടിങ്ങ് നട്ട് അങ്ങ് നട്ടാൽ മതി. ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ഞാനിപ്പം നടുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരിക, നിങ്ങൾ ചോദിക്കുന്നതിന്. ഇതെൻ്റെ ജെറേനിയ നോക്ക്. ജെറേനിയ കുത്തി വെച്ചിട്ട് കുറേ ദിവസമായി വേര് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ കുത്തി വെക്കല. എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാനും എനിക്ക് തന്നെ ഒന്ന് ഉണ്ടായാൽ പോരല്ലോ, വാലറ്റ് പോകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പോകും. നമ്മളെപ്പം ഇങ്ങനെ മാറി മാറി നട്ടുകൊണ്ടിരിക്കണം. ഇനി വരും നമുക്ക് ജെറേനിയ നോക്കാലോ. ഇതെൻ്റെ ജെറേനിയ പൂവിൻ്റെ വലിപ്പം നോക്കി. ഇതൊക്കെ മൊട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിധമായി. കണ്ടോ, ഇത് ഇഷ്ടപ്പെടാത്തതിൽ ആരുമില്ല. ഇത് ഞാൻ നടുന്നൊക്കെ ഒരേ രീതിയിലാണ്. ഇതിൻ്റെ തണ്ട് പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ എന്താവുമെന്നറിയോ, ഇതൊക്കെ പോയിക്കോട്ടെ, ഇനി പുതിയ തളിർ വന്നോളൂ. ഇതൊക്കെ മേലെ പോയിട്ടുണ്ട്. വേരുണ്ടായി കണ്ടോ, നിറച്ച് വേരാ. ഇതങ്ങ് നട്ട് കൊടുത്താൽ മതി, സൂപ്പറായിട്ടുണ്ടാവും. എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിൻ്റെ വളമാണ് അന്വേഷിച്ചത്, എങ്ങനെ കാത്തു നിൽക്കുന്നു എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നു അറിയാം. കാരണം
അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വളം കൊടുത്തതിനോട് കാര്യമില്ല. നടുന്ന രീതിയും തൈ ഉണ്ടാകുന്ന രീതി ആദ്യം പറയണം. അതുകൊണ്ടാട്ടോ ഞാനത് പറഞ്ഞത്, എനിക്കറിയാം. പിന്നെ ഈ വളം എന്താണെന്നറിയോ, ഇതാണ് ധാരാളം കാൽസ്യം അടങ്ങിയ ഒരു വളമാണ് ഇത്. ഒരു കാൽസ്യം ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വേരോട്ടം, വേരിന് ബലം കിട്ടും, നല്ല ശാഖകളുണ്ടാവും, മൊട്ടുണ്ടാവും, പൂക്കളുണ്ടാവും, എല്ലാം ചെയ്യും. ഇതെന്താണെന്നറിയോ, ഇതാണ് മുട്ടത്തോട്. മുട്ടത്തോട് ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ഈ പണി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുട്ടത്തോട് കുറേ ആയി കഴിഞ്ഞതിന് ശേഷം ഞാനത് കഴുകാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഉറുമ്പ് വരും. ഉണക്കാതെ എന്നാൽ ശരിക്കും പൊടിയില്ല. അതുകൊണ്ട് കഴുകി ഉണക്കിയിട്ട് നമ്മൾ ഓരോ സ്പൂൺ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾക്കുണ്ടാകുന്ന ഗുണം നമ്മളെ റോക്കറ്റ് സ്പീഡിലാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വരുന്നത്. ഇടുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം അറിയോ, കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, നല്ലോണം വേരോട്ടം കിട്ടുക. അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊടി കുറച്ച് ഇങ്ങനെ വിതറുക, അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടുക. എന്നാൽ അത് ഈ വേര് പിടിച്ചെടുക്കാൻ നല്ലതാണ്. ഏറ്റവും നല്ല മാർഗ്ഗമാണ് പൊടിച്ചിടുകയാണെങ്കിൽ വേര് പെട്ടെന്ന് ഇത് ആഗിരണം ചെയ്യും, പിടിച്ചെടുക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കൂ എനിക്ക് എവിടുന്നാണ് ഇത്ര അധികം മുട്ടത്തോട് കിട്ടിയെന്ന് പൊടിക്കാനെന്നില്ലേ. മുട്ടത്തോട് നമ്മൾ ദിവസേന കിട്ടുന്നത് കഴുകിയിട്ട് എടുത്ത് വെച്ച് കൂടി നന്നായിട്ട് വന്ന് പൊടിച്ചാലും മതി. ഇതെനിക്ക് കിട്ടിയത് ഞാൻ ഒരു കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയ ചായ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് തോല് പൊളിച്ചത് നിങ്ങൾ മുട്ടത്തോട് എവിടെ ഇട്ട് പറഞ്ഞ് കവറിലുണ്ട്, ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണോ ചോദിച്ചു. ഞാൻ ഓൽക്കത് കഴിച്ചതായി കിട്ടുക വേണ്ടിയത്. എനിക്കത് ഭയങ്കര അനുഗ്രഹം, ഭാഗ്യം പോലെ എനിക്ക് തോന്നി. എനിക്ക് തന്ന് ഞാനത് ഇവിടുന്ന് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതായത്. ഇത് എത്ര ദിവസത്തിനുണ്ട്, മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒക്കെ ഇട്ട് കൊടുക്കും. ഒരു സ്പൂണ് വേണ്ട ഒരു ചെടിക്ക്, ഒരു സ്പൂണ് വേണ്ട. ഇതിട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അസിഡിറ്റി കുറക്കും. പിന്നെ മണ്ണിന് ഇതിൽ ചീത്ത സൂക്ഷ്മജീവികളും നല്ല സൂക്ഷ്മജീവികളുണ്ട്. നല്ലത് വളരും, നല്ലത് വളർന്ന് വന്നാൽ തന്നെ വേരിന് നല്ലത്, വളം പിടിച്ചെടുക്കാനൊക്കെ. പിന്നെ പൊടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വേരിന് പിടിച്ചെടുക്കാൻ ധാരാളം ശാഖ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഇതിൽ നൈട്രജൻ ഉണ്ട്, ഒക്കെ കുറഞ്ഞ അളവിൽ കൂടുതൽ കാൽസ്യം. അപ്പോൾ ഈ പൂക്കൾ മൊട്ട് കരിഞ്ഞു പോവുക, പൂക്കൾ വിടർന്ന് കുറേ ദിവസം നിൽക്കും, വാടിപ്പോവുക, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് ഈ മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മുട്ടത്തോട് അരച്ച് കൊടുക്കുക. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര പിടിച്ചെടുക്കില്ല. ഏറ്റവും നല്ലത് പൊടിച്ചിടുക നല്ലത്. അരക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഈ ഒച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെല്ലെ ഇഴഞ്ഞ് പോകും. നിങ്ങൾ വിചാരിക്കും പാവം അതിനോട് എന്ത് ഉപദ്രവ ഉള്ളത്, അതങ്ങ് ഇങ്ങനെ ഇഴഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിക്കൂ. ഇവിടെ കണ്ട ഒച്ചി കുറേ നേരം കഴിയണം അപ്പുറത്തെത്തണമെങ്കിൽ, അത്രക്കും സാധുവാണ്. എന്നാൽ അത് ചെയ്യുന്ന ഉപദ്രവം നമ്മൾ ഞെട്ടിക്കുന്ന ഉപദ്രവം. അത് രാത്രി വന്നിട്ട് നമ്മളെ ഇലകൾ ഫുള്ള് തിന്ന് തീർത്തിട്ട് മൂപ്പരേടോ പോയിട്ട് കിടക്കുക. നമ്മൾ കാണൂല. നമ്മൾ വൈകുന്നേരം നോക്കുമ്പോൾ നിറയെ ഇലണ്ട്, പൂവുണ്ട്, ഉഷാറ്, നമുക്ക് നല്ല ഇഷ്ടമാവും. രാവിലെ പോയി തിന്ന് തീർത്തിട്ടുണ്ടാവും. അപ്പം നമ്മളെ ആളെ കാണൂല, ആരത് ചെയ്തെന്ന് കണ്ടുപിടിക്കാനാവൂല. ഞാൻ പിന്നെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഞാൻ പൊടിയിട്ട് ഈ മുട്ടത്തോടിൽ എത്ര പൊടിച്ചാലും കുറച്ച് അതിൻ്റെ ഒരു പശയാ ഈ ഒച്ചിന്. അപ്പം അതിന്മേലേക്ക് ഇത് പറ്റി പിടിക്കും. പിന്നെ അതിന് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഗുണം കൂടി മുട്ടത്തോടിനുണ്ട്. പിന്നെ ഉറുമ്പ് വരാക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ അപ്പോൾ മുട്ടത്തോടാണ് ഞാൻ പൊടിച്ചതാണ് എൻ്റെ ഇതിനെല്ലാം ഈ പൂക്കൾ ഇത്രയും ഉഷാറിൽ വരാൻ കാരണം. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിക്കും, വെണ്ണീര് എന്ന് പറഞ്ഞാൽ ചാരം അതെല്ലാം ഒഴിക്കും. എന്തായാലും മഴക്കാലമായിട്ടും അൽഹംദുലില്ലാ എൻ്റെ പൂക്കൾക്ക് അത്ര ബാധിച്ചില്ല. ഞാനിങ്ങനെ അത്രക്കും പരിചരണം കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കല്ലേ എപ്പോഴും കമൻ്റ് ഇടും. ഞാൻ രാവിലെ എൻ്റെ പ്രഭാതം ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ പൂക്കളെടുത്ത് ഇടുമ്പോൾ പറയുന്നതെല്ലാം അവർ ശ്രദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഞാൻ നിങ്ങളെ ഡേയ്സിൻ്റെ ഭംഗിയാണ് നോക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ഡേയ്സി എന്തൊരു നോക്കി വെള്ളയൊക്കെ. ഇനി കുറച്ചും കൂടെ കഴിയട്ടെ. ഈ മഴക്കാലത്ത് ഈ കോരിച്ചെരിയുന്ന ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. മുട്ടത്തോട് കിട്ടുന്നത് കഴുകി ഉണക്കി അടവെക്കുക, ഒന്നിച്ചൊരു പൊടിക്കൽ കേട്ടോ. അപ്പോൾ എൻ്റെ വള എല്ലാവരും കണ്ടല്ലോ.
ഇനി നിങ്ങൾക്ക് ഞാൻ ഇടുന്നത് കണ്ടില്ല എന്നുള്ളത് വേണ്ട, ഞാൻ ഇങ്ങനെ ഇളക്കിയതാട്ടോ. അതെല്ലാം ഇളക്കി കഴിഞ്ഞ് ഇങ്ങനെ ചെടീൻ്റെ മറ്റങ്ങ് ഇട്ട് കൊടുത്താൽ അത് മേലെ കുറച്ച് മണ്ണ് കുടയണം. പൊടിയായിട്ടേ ഇങ്ങോട്ടേക്ക് ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലൊരു മരുന്നാണ് ഇത്. ഞാൻ എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നത്. എത്ര അങ്ങനൊന്നും തീരൂല, അത് കുറേ ഉണ്ട്. എൻ്റെ ഡേയ്സിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു സമയമോ. എൻ്റെ ഡേയ്സി വിരിഞ്ഞ് എത്രായി വിരിഞ്ഞ് നിൽക്കുന്നതെന്നറിയോ. ഇപ്പം കുറച്ച് കൂടി. ഇനിയിപ്പോൾ രണ്ടാമത് ഇത് അടിയിൽ നിന്ന് ഇഷ്ടം പോലെ വിരുന്ന് വിരുന്നില്ലേ. ഇത് എൻ്റെ മഴയത്ത് വെച്ച ഡേയ്സിയാണ്. ഞാൻ 2 തരം നമ്മൾ നോക്കാമല്ലോ, പരീക്ഷിക്കാമല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിറയെ മൊട്ടുണ്ടാണ്, പൂവുണ്ടാകുന്ന അതൊക്കെ ഉണ്ടോ, നല്ല ഉഷാറിലുണ്ടായിന്. ഇതൊക്കെ ഉണ്ട്. ഇതന്നെ മഞ്ഞപ്പൂ. ഈ മഞ്ഞപ്പൂ ഉണ്ടല്ലോ, മഞ്ഞപ്പൂ നമുക്ക് തണ്ട് പൊട്ടിച്ച് നടാം കേട്ടോ. വിത്തും നടാം, തണ്ടും പൊട്ടിച്ച് നടാം മഞ്ഞപ്പൂവിന്. ഇതൊക്കെ പല കളറിലുള്ളത് ഞാൻ ഇട്ടതാ. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഈ മഞ്ഞ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇതിന് പൊട്ടിച്ച് ഞാൻ ഇവിടെ നട്ടു. ഈ മദർ പ്ലാന്റ് പൊട്ടിച്ച് നട്ട് നിറയെ നിങ്ങൾ കണ്ടുണ്ടാവും. നിറയെ മൊട്ട് വന്നു. ഞാൻ വിചാരിക്കുക ഇതെങ്ങാനും വിരിഞ്ഞാലുള്ള ഒരു ഭംഗി. ഇതിനൊക്കെ ഇട്ട് കൊടുത്താലേ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതാ, വേഗം വിരിഞ്ഞോളൂ. ഇതൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തതാ. അതിനൊക്കെ മൊട്ട് വന്നിട്ടോ, ഇതിനെല്ലാം വന്ന്. ചെണ്ടുമല്ലി ഞാൻ വെർട്ടിക്കലായിട്ട് നട്ടതായിരുന്നു. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒഴിവാക്കുക. ഞാൻ വെർട്ടിക്കലിന് വേറെ നടുക. അത് പൂ കണ്ടോ, എനിക്ക് വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ അപ്പുറത്തൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ അന്നേരം ഒന്നും എനിക്കില്ലേരും, അതുകൊണ്ട് ഞാൻ ചെണ്ടുമല്ലി അങ്ങ് നട്ടതായിരുന്നു. ഇതെല്ലാം ആരോ എന്നോട് പറഞ്ഞു നിങ്ങളെ വെർട്ടിക്കൽ ഒന്ന് സെറ്റാക്കാനുണ്ട്. സെറ്റാക്കും, ഞാൻ സെറ്റാക്കും. ഇതൊക്കെ ഞാൻ മാറ്റും. ഇങ്ങനെ നീളമുള്ളതൊന്നും ഇവിടെ വേണ്ട. ഇതൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റും. ഇതൊക്കെ ഒരു ഇതാണ് ഇതിൻ്റെ പൂവ് കേട്ടോ. കണ്ടോ, ഈ പൂവ് അങ്ങ് നിറയും. മുട്ടിടുന്നേ ഉള്ളൂ, സമയമായില്ല. ഇതിനൊക്കെ അങ്ങ് നിറയാനുണ്ട്. അന്നേരമായിരിക്കും ഇതിൻ്റെ ഭംഗി. അതൊക്കെ എന്താല്ലേ ഡേയ്സിൻ്റെയൊക്കെ ഒരു ഞാൻ വിചാരിക്കാം ഡേയ്സി ഒരു പകുതിയോളം ഡേയ്സി ഒന്ന് പിടിപ്പിച്ചാലോ എന്നപ്പോൾ ചിന്തിക്കുന്നത്. എൻ്റെ ആന്തൂറിയം കണ്ടോ, ആന്തൂറിയം നല്ല ചുവപ്പിൽ നിൽക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടോ. ഈ ആന്തൂറിയത്തിൻ്റെ ഈ മൊട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇതില്ലേ, ഇത് കട്ട് ചെയ്താൽ കുറേ പൂക്കൾ വരും. അതെന്താന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഒന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ ആരും കട്ട് ചെയ്യണ്ട, ഞാൻ നോക്കട്ടെ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സാൽവിയ കേട്ടോ. ഈ സാൽവിയെ മഴക്കാലത്ത് എത്ര പെട്ടെന്ന് പിടിക്കുമെന്നറിയോ. ഞാൻ വരുന്നവരോടൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കലാണ്. കാരണം ഓൽക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഭംഗി. എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് പിടിപ്പിക്കാനുള്ള ഒരു സൗകര്യമല്ല. ഇത് നീളത്ത് നട്ട എന്ത് ഭംഗിയുണ്ടോ. കട്ട ചോപ്പിലെ സാൽവിയ ഒരു പൊട്ടങ്ങ് പൊട്ടിച്ചാൽ മതിട്ടോ. നല്ല ഒരു മരുന്നും ഞാൻ കൊടുത്തില്ലേ, ഒരു വാളും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അവർക്ക് ഉണ്ടാകുന്നത് എന്ത് ഉഷാറിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ളൂ, എന്താണ് ഞാൻ വളം കൊടുക്കുന്നതെന്നുള്ളൂ, എങ്ങനെ ഞാൻ പരിചരിക്കുന്നതെന്നുള്ളതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കാണിച്ചു തന്നല്ലോ. അപ്പോൾ നിങ്ങൾ എന്നോട് എങ്ങനെയാണ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇവിടെ മഴ അപ്പം കുറഞ്ഞൊരു സമയം എനിക്ക് മഴ പെയ്യാതെ കിട്ടിയതാണ്. ആ കിട്ടിയത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത്. കുറേ കഴിഞ്ഞാൽ ഇത് കഴിയും കേട്ടോ. അതൊക്കെ വെട്ടി മാറ്റാനായി കുറച്ച് ഭാഗമൊക്കെ. അതൊക്കെ അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.